ചേലക്കരയിൽ വർഗീയ ലഘുലേഖ പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമം എന്നാണ് എഫ്ഐആർ. ബിജെപിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലായിരുന്നു ലഘുലേഖ പ്രചരിപ്പിച്ചത്. അശ്വിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ചേലക്കരയിൽ നിന്ന്. അശ്വിൻ, ഇക്കാര്യത്തിൽ എന്താണ് എഫ്ഐആറിൽ പറയുന്നത്? ഇത് ബിജെപി ന്യൂനപക്ഷ മോർച്ചയായിരുന്നല്ലോ ഈ ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചത്. അപ്പോൾ കേസിൽ പ്രതിപ്പട്ടികയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ബിജുകുമാർ, ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പ് പ്രകാരം ഈ ഒരു സമൂഹത്തിൽ ഒരു ലഹള ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഈ വർഗീയ ലഘുലേഖ വിതരണം ചെയ്ത സംഭവത്തിൽ ചേലക്കര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇതിൽ അൺനോൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെയും പ്രതി ചേർത്തിട്ടില്ല. ഇതിൽ ഈ ലഘുലേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ മോർച്ചയുടെ പേരാണ്. ഒപ്പം BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാനാണ് ഇത് അച്ചടിച്ചത് എന്നുള്ള വിവരം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് അവരുടേതാണ്. വിതരണം ചെയ്ത ആളുകളെ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ നോട്ടീസിന്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി തന്നെ അടുത്ത ദിവസങ്ങളിൽ പറ്റിയാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്യാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പ്രതി ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നിലവിൽ ഊഹാപോഹങ്ങൾ മാത്രമാണുള്ളത്. അതായത് അച്ചടിച്ച് വിതരണം ചെയ്ത നോട്ടീസിന്റെ കോപ്പി മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ളത്. ഇത് അച്ചടിച്ചത് ന്യൂനപക്ഷ മോർച്ചയാണോ, വിതരണം ചെയ്തത് BJP പ്രവർത്തകരാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബിജുകുമാർ, തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിലെ പരാമർശം. BJP ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലായിരുന്നു ലഘുലേഖ പ്രചരിപ്പിച്ചത്. അതിലാണിപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.